എടത്തൂര് മുംബൈയിൽ സത്യത്തിൻ്റെ തിരിച്ചറിവിൽ വൈജ. അങ്ങനെ ഗംഗേട്ടനും സംഘവും വൈജയ്ക്കരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീയും അലീനയും തമ്മിലുള്ള ശത്രുത നിർത്തണം, പോര് നിർത്തണമെന്ന്. ഇതേ സമയം വൈജ പറയുന്നുണ്ട്, ദേ ഗംഗേട്ട, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പറഞ്ഞുകൊണ്ട് വരണ്ട കേട്ടോ, അതൊന്നും അത്ര പെട്ടെന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്തായാലും തീർച്ചയായിട്ടും ഞാൻ അലീനയെ ആ വീട്ടിൽ നിലനിർത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. അവളുള്ള വീട്ടിലേക്ക് പോവാനും എനിക്ക് സമ്മതവുമല്ല എന്ന് പറയുന്നത് കാണാം. ഇതേ സമയം വൈജെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ നിൻ്റെ ജീവിതം തന്നെയാണ് തുലച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടിച്ചോറാക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് തന്നെ ആയാലും ശരി, അലീനയുള്ള ആ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോവില്ല, ചെല്ലില്ല എന്ന് പറയുന്നു. എന്തായാലും ഇനി അത് അലീനയുടെ വീടല്ല, എൻ്റെ വീടാണ്. അവിടേക്ക് ഞാൻ തീർച്ചയായും പോവും. പക്ഷേ അലീന എന്ന നാശം പിടിച്ചവൾ വീട്ടിൽ നിന്നും പുറത്തു പോയതിന് ശേഷം എന്ന് പറയുന്നു. ഇവിടെ അലീന, നമ്മുടെ ബബിത, കൃഷ്ണമോള് എല്ലാവരെയും കൂട്ടി മടങ്ങി വരവിനൊരുങ്ങുന്നു. അങ്ങനെ ഒരു വേർപാടിൻ്റെ ഒരു വിരഹവും സങ്കടവും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കൂട്ടുകാരെ.